സംസ്ഥാന സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള സിനിമാ കോൺക്ലേവിന് അല്പസമയത്തിനകം തുടക്കമാകും. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കോൺക്ലേവിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തിനകം സിനിമാ നയം പ്രഖ്യാപിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ചിന്തിപ്പിക്കുകയും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന സിനിമകളുടെ നാടും കൂടെയാണ്. തുച്ഛമായ ബജറ്റിൽ മികച്ച സിനിമകൾ നിർമ്മിക്കുന്ന കല നമ്മുടെ ചലച്ചിത്ര മേഖല സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചെലവ് കുറയ്ക്കുന്നതിനാണ് മഴയെ കഥാപാത്രമായി മാറ്റിയതും തെങ്ങിനെ വരെ സെറ്റിൻ്റെ പ്രോപ്പാക്കി സിനിമകൾ നിർമ്മിക്കുന്ന ചലച്ചിത്ര മേഖലയ്ക്ക് വേണ്ടി ഒരു നയം രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. ഒരു ക്ലൈമാക്സ് ഒറ്റ ടേക്കിൽ പൂർത്തിയാക്കുന്ന സംവിധായകരും പണം തുച്ഛം ഗുണം മെച്ചം എന്ന നയം വ്യക്തമാക്കിയിട്ടുള്ള നിർമ്മാതാക്കൾ വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഈ ചർച്ചയിൽ വരുന്ന ആശയങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും സിനിമാ നയത്തിന് ഒരു അന്തിമ രൂപം ഉണ്ടാക്കുക. എപ്പോഴാണ് റിപ്പോർട്ട് അവതരണം, ചർച്ചകൾ നടക്കുക, ഉദ്ഘാടനം, വിശദാംശങ്ങൾ? എന്തായാലും സിനിമാ കോൺക്ലേവിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമാ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ നിലവിൽ ചീഫ് സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കരട്, അതായത് സിനിമാ നയത്തിന്റെ കരട് നേരത്തെ ഷാജിയൻ കരടിന്റെ നേതൃത്വത്തിലായിരുന്നു തയ്യാറാക്കിയത്. അത് ഈ കോൺക്ലേവ് ഉദ്ഘാടന സെഷന് ശേഷം അവതരിപ്പിക്കും. അതിനുശേഷം 9 സെക്ഷനുകളിലായി തിരിഞ്ഞാണ് ചർച്ചകൾ. ജെൻഡർ ഈക്വാലിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ മറ്റ് സിനിമാ മേഖലയിൽ നേരിടുന്ന വിവേചനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിനിമാ കോൺക്ലേവിൽ ചർച്ചയാവുക. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ആദ്യത്തെ ഉദ്ഘാടന സെഷനിൽ മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനമുള്ളത്. മറ്റ് ഡെലിഗേറ്റ് മാത്രമാകും അതിനുശേഷമുള്ള സെഷനുകളിലൊക്കെ പങ്കെടുക്കുക. ഒപ്പം തന്നെ ഈ 2 ദിവസവും, ഇന്നും നാളെയുമായി നടക്കുന്ന കോൺക്ലേവിൽ 2 ദിവസവും ഓപ്പൺ ഫോറം കൂടി പുറത്തുണ്ടാകും. അതിൽ പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന നിലയിലാണ് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുക. അതിലും ഉയരുന്ന ചർച്ചകൾ, ഒപ്പം തന്നെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ പരിഗണിച്ചാവും ഒരു കൃത്യമായ സിനിമാ നയം രൂപീകരിക്കുക. നിലവിൽ സിനിമാ മേഖലയിൽ ഉയർന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവേചനങ്ങളുണ്ട്. ഒപ്പം തന്നെ തൊഴിലിടത്തിൽ മറ്റ് തരത്തിൽ തൊഴിൽപരമായ വിവേചനങ്ങൾ പലതും നേരിടുന്നുണ്ട്. അതൊക്കെ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഹേമ കമ്മിറ്റി ഉൾപ്പെടെ വെക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു സിനിമാ നയരൂപീകരണത്തിനായി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന്. നിലവിൽ ഈ ഇന്ന് നാളെയുമായി നടക്കുന്ന കോൺക്ലേവിൽ ഉയരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചേർത്ത് കരടിന്റെ ഭാഗമായി കൂടി ചേർത്തു ആണ് 2 മാസത്തിനകം തന്നെ ഒരു സിനിമാ നയം രൂപീകരിക്കുക. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനം ഇങ്ങനെയൊരു സിനിമാ നയത്തിന് രൂപം നൽകുകയും അതിനുവേണ്ടി ഇങ്ങനെയൊരു സിനിമാ പ്രവർത്തകരെയും ഒപ്പം തന്നെ സിനിമയുമായി ബന്ധപ്പെടുന്ന മറ്റ് വിഭാഗങ്ങളിലുള്ള ആളുകളെയും ഒക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു കോൺഗ്രസ്